ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗാറ് സൗറിലേക്ക് പോയ സംഭവമൊക്കെ എല്ലാവർക്കും സുപരിചിതമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗാറ് സൗറിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ ശത്രുക്കൾ ഗുഹാമുഖത്ത് വന്നിട്ട് പുറത്തു നിന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹിനെയും സിദ്ദീഖ് തങ്ങളെയും കാണുന്നില്ല. സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിൽ വല്ലാത്ത ഭയമുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരോട് തുറന്നു പറഞ്ഞു, നബിയെ, ഞാൻ കൊല്ലപ്പെട്ടാൽ പരിശുദ്ധ ഇസ്ലാമിന് ഒന്നും സംഭവിക്കാനില്ല. അങ്ങേക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ പരിശുദ്ധ ഇസ്ലാം ഇല്ല നബിയെ, എനിക്ക് വല്ലാതെ ഭയമാകുന്നു. ആ സമയത്ത് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. സിദ്ദീഖ്, നീ ഭയപ്പെടണ്ട, അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. നമ്മൾ രണ്ടാളും മാത്രമാണെന്നാണോ നീ വിചാരിച്ചത്? മൂന്നാമനായി അള്ളാഹു നമ്മോട് കൂടെയുണ്ട്. പക്ഷെ എന്ത് പറഞ്ഞിട്ടും സിദ്ദീഖ് തങ്ങൾക്ക് സമാധാനം വരാത്ത സന്ദർഭത്തിൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, സിദ്ദീഖ്, നീ എൻ്റെ അരികിലേക്ക് നീങ്ങിയിരിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും മുട്ടോട് മുട്ട് ചേർന്നിരുന്നു കൊണ്ട് സിദ്ദീഖ് തങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സിദ്ദീഖെ, ഞാൻ നിനക്ക് ഒരു കലിമ ചൊല്ലിത്തരാ. അത് കണ്ണ് ചെമ്മിയിട്ട് നീ ആ കലിമ ചൊല്ലണം. ശേഷം നീ നിന്റെ കണ്ണ് തുറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് ആ ചൊല്ലിക്കൊടുക്കുന്നു. ചൊല്ലിക്കോ സിദ്ദീഖെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ദിക്ർ ചൊല്ലുന്നു. റസൂലുള്ള ചൊല്ലിക്കൊടുക്കുന്നു. സിദ്ദീഖ് തങ്ങൾ അത് ഏറ്റു ചൊല്ലുന്നു. ഏറ്റു ചൊല്ലിയതിനു ശേഷം സിദ്ദീഖ് തങ്ങളോട് കണ്ണ് തുറക്കാൻ വേണ്ടി പറഞ്ഞു. കണ്ണ് തുറന്നു. കണ്ണു തുറന്നു നോക്കുമ്പോ ആലം 18,000 സിദ്ദീഖ് തങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തുറന്നു കാണിച്ചു കൊടുത്തു. ആലം 18,000 സിദ്ദീഖ് തങ്ങളെ മുമ്പിലേക്ക് അല്ലാഹു തആല തുറന്നു കാണിച്ചു കൊടുത്തു. എന്നിട്ട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സിദ്ദീഖേ, ഇനി നിനക്ക് ഭയമുണ്ടോ? ഇല്ല നബിയെ, എനിക്ക് ഭയമില്ല. ലോകത്തൊരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ല എന്ന് ഈ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കൊണ്ട് എനിക്ക് മനസ്സിലായി നബിയെ എന്ന് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ ഗാറ് സൗറിൽ വെച്ചുകൊണ്ടാണ് നഖ്ശബന്ദിയ തുരീഖത്തിന്റെ ഉത്ഭവം. അതൊരു അള്ളാഹുവിലേക്കുള്ള പ്രയാണത്തിന്റെ ആദ്യപടിയാണ്.